أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നമുക്ക് ഈ റമദാനിലൂടെ കടന്നു പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകുകയുണ്ടായി. ഇന്ന് ഈ റമദാനിലെ അവസാനത്തെ ജുമായാണ്. നമ്മളിൽ പലർക്കും ഇബാദത്തുകൾക്ക് തൗഫീക്ക് ലഭിച്ചു എന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു ഔദാര്യമാകുന്നു. എന്നാൽ റമദാനിലെ നോമ്പെടുത്തതുകൊണ്ടോ റമദാനിൽ ഇബാദത്തുകൾ ചെയ്തതുകൊണ്ടോ മാത്രം നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് കഴിയില്ലെന്ന കാര്യവും അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറിച്ച് അള്ളാഹു നൽകിയ എൻ്റെ സ്ഥായിയായ ആരാധകന്മാരായ ദാസന്മാർ ആയിത്തീരണമെന്നും എൻ്റെ ഇബാദത്തുകളുടെ കടമകൾ യഥാവിധി നിർവഹിക്കാൻ ശ്രമിക്കണമെന്നും ഉപദേശിക്കുന്നു. ചുരുക്കത്തിൽ ഈ ദിവസങ്ങളിൽ നമസ്കാരത്തിലേക്ക് ശ്രദ്ധിക്കാനും ജമാഅത്തായി നമസ്കരിക്കാനും നഫ്ലുകൾ അനുഷ്ഠിക്കാനും ഖുർആൻ പാരായണം ചെയ്യുന്നതിലേക്ക് ശ്രദ്ധിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയെങ്കിൽ ഈ നന്മകൾ നിലനിർത്തണമെന്നതാണ് ഇനി നമ്മുടെ ഉത്തരവാദിത്വം. ഈ നന്മകൾ നിലനിർത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹു ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യമായി പറഞ്ഞ കാര്യങ്ങൾ കരസ്ഥമാക്കാനും കഴിയുകയുള്ളൂ. നമ്മൾ ഈ കാലഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉടമ്പടിയെ പുതുക്കിയവരാണ്. ഇനി ഈ കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ നല്ലപോലെ ശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. ഇന്നും റമദാനിലെ ബാക്കിയുള്ള 2-3 ദിവസങ്ങളിൽ അഥവാ 2 ദിവസങ്ങളിൽ അള്ളാഹു നമുക്ക് ഈ റമദാനിലെ അനുഗ്രഹങ്ങൾ നിമിത്തം മേലിലും ഈ നന്മകൾ ചെയ്യാൻ തൗഫീക്ക് നൽകണമേ എന്നും ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് റമദാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നന്മകളെ നമ്മൾ വിസ്മരിക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച് പറയുന്നു, അയാൾ ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരം വരെയും, ഒരു ജുമാ കഴിഞ്ഞാൽ അടുത്ത ജുമാ വരെയും, ഒരു റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാൻ വരെയും, അതായത് അത് വരുമ്പോൾ താൻ അള്ളാഹു കൽപ്പിച്ച ഇബാദത്തുകളും നന്മകളും അതിനിടയിൽ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമെന്ന ചിന്തയിൽ തന്നെ കഴിച്ചുകൂട്ടുന്നതാണ്. പിന്നെ അങ്ങനെ ആവുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിനിടയിലുണ്ടായ ചെറിയ ചെറിയ തിന്മകൾക്ക് അവ പ്രായശ്ചിത്തമാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. റമദാൻ പ്രാധാന്യമുള്ളതുപോലെ തന്നെ ഓരോ നമസ്കാരവും ജുമായും പ്രാധാന്യമുള്ളതാണ്. അല്ലാതെ റമദാനിലെ അവസാന ജുമാ ആയതുകൊണ്ട് അനുഗ്രഹീതമല്ല. എല്ലാ ജുമായും അനുഗ്രഹീതമാകുന്നു. ഞാൻ പറഞ്ഞു വന്നതുപോലെ അള്ളാഹു ഈ കാലഘട്ടത്തിൽ അയച്ച ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീക്ക് ലഭിച്ചു. അദ്ദേഹം നമുക്ക് എങ്ങനെയാണ് ശരിയായ മുസ്ലിമായി തീരാൻ കഴിയുകയെന്നും എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഭക്തദാസനായി തീരാൻ കഴിയുകയെന്നും എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിലെ യഥാർത്ഥ അംഗമാകാൻ കഴിയുകയെന്നും തൻ്റെ ജമാഅത്തിന് നിരവധി ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അക്കാര്യങ്ങളെല്ലാം നമ്മൾ ഓർമ്മ വയ്ക്കേണ്ടതാണ്. അദ്ദേഹം ഒരു സന്ദർഭത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ എൻ്റെ ജമാഅത്തിനോട് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു,
നിങ്ങൾ എൻ്റെ ബയ്യത്തിൽ ഉൾപ്പെടുന്നു എന്നതിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കരുത്. ഏതുവരെ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നില്ലയോ അതുവരെ മോക്ഷം സാധ്യമല്ല. പുറന്തോടിൽ തൃപ്തി അടയുന്നവൻ അകക്കാമ്പിൽ നിന്ന് തിരസ്കൃതനായി മാറുന്നു. പറയുന്നു, ശിഷ്യത്വത്തിന് ശേഷം പ്രവർത്തനമില്ലെങ്കിൽ ഗുരുവിൻ്റെ മേന്മ ഒരു പ്രയോജനവും നൽകുന്നതല്ല. അതായത് താൻ ഇന്ന പീറിന് ബയ്യത്ത് ചെയ്തവനാണ് എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. താൻ ഹദ്റത്ത് മസീമൗദ് അലി ഇസ്ലാത്തു വസ്സലാമിൻ്റെ ബയ്യത്തിൽ ഉൾപ്പെട്ടവനാണെന്നും അതുകൊണ്ട് എല്ലാം കിട്ടിയെന്നും കരുതുന്നതും പ്രയോജനപ്രദമല്ല. ആ മഹാത്മാവ് പറയുന്നു, അല്ല, അങ്ങനെ അത് സാധ്യമേ അല്ല. ഏതുവരെ സ്വയം പ്രവർത്തിക്കുന്നില്ലയോ അതുവരെ നമുക്ക് ഈ ബയ്യത്ത് ഒരു പ്രയോജനവും നൽകുന്നതല്ല. ഒരു ഉദാഹരണം പറയാം. ആ മഹാത്മാവ് പറയുന്നു, ഒരാൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. ഡോക്ടർ അയാൾക്ക് ഒരു കുറിപ്പടി നൽകുന്നു. അയാൾ കുറിപ്പടി എടുത്തു വയ്ക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുന്നതല്ല. പ്രയോജനം ലഭിക്കണമെങ്കിൽ ആ കുറിപ്പടി ഡോക്ടറുടെ അല്ലെങ്കിൽ വൈദ്യരുടെ കുറിപ്പടി അനുസരിച്ച് ചികിത്സിക്കണം, ആ മരുന്നുകൾ ഉപയോഗിക്കണം. അതുകൊണ്ട് ആ മഹാത്മാവ് തുടർന്ന് പറയുന്നു, ഞാൻ കിഷ്തിനൂഹ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ കൂടെ കൂടെ വായിക്കുക. അതിൽ നിങ്ങൾക്കുള്ള ഉപദേശങ്ങളുണ്ട്. അത് കൂടെ കൂടെ വായിക്കുകയാണെങ്കിൽ, ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെയും അവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും കൽപ്പനകളനുസരിച്ച് തങ്ങളുടെ ജീവിതം മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ, പിന്നെ അത് നിങ്ങളുടെ വിജയപ്രദമായ ജീവിതമായി മാറുന്നതും അതുതന്നെ നിങ്ങൾക്ക് ബയ്യത്തിൻ്റെ പ്രയോജനങ്ങൾ നൽകുന്നതും കാണാൻ കഴിയുന്നതാണ്. ആ മഹാത്മാവ് തുടരുന്നു, അള്ളാഹു പറയുന്നു, പരിശുദ്ധനായി തീരുന്നവൻ വിജയിച്ചു. കത് അഫ്ലഹ മൻ സക്കാഹ, അതായത് ആത്മാവിനെ പരിശുദ്ധീകരിക്കുന്നവൻ ലക്ഷ്യം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ. നിരവധി മോഷ്ടാക്കളും വ്യഭിചാരികളും ദുർനടപ്പുകാരും മദ്യപാനികളും മോശം ജീവിതത്തിനുടമകളും തങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് എന്ന് വാദിക്കുന്നവരായിട്ടുണ്ട്. വാസ്തവത്തിൽ അവരതാണോ? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണെന്ന് പറയാൻ അർഹതയുള്ളവരാണോ? അദ്ദേഹം തുടരുന്നു, ഒരിക്കലുമല്ല, അത് സാധ്യമേ അല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പൂർണ്ണമായും പ്രാവർത്തികമാക്കുന്നവരാണ് ഉമ്മത്തി. അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ ഉമ്മത്തി എന്ന് പറയപ്പെടാവതല്ല, മറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഷ്പേരിന് കാരണക്കാരായിത്തീരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം. നാം നമ്മുടെ കർമ്മങ്ങൾ ഇസ്ലാമിൻ്റെ അധ്യാപനം അനുസരിച്ചും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഉപദേശങ്ങളനുസരിച്ചും മാറ്റാൻ ശ്രമിക്കണം. ഈ കാലഘട്ടത്തിൽ അതിലേക്കാണ് വാഗ്ദത്ത മഹദി മസീഹ് അലൈഹി ഇസ്ലാം നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. ആ മഹാത്മാവ് മറ്റു സ്ഥലത്ത് പറയുന്നു, ഈ ജമാഅത്തിൽ പ്രവേശിച്ചിട്ടുള്ളവർ അതിൻ്റെ അധ്യാപനം അനുസരിച്ച് പ്രവർത്തിക്കണം. അദ്ദേഹം തുടരുന്നു, ജമാഅത്തിൽ പ്രവേശിച്ചതിന് ശേഷം പ്രയാസങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രയാസങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ പ്രതിഫലം എങ്ങനെയാണ് ലഭിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 വർഷം പ്രയാസങ്ങൾ അനുഭവിച്ചു. അക്കാലഘട്ടത്തിലെ പ്രയാസങ്ങൾ ഏത് രീതിയിലുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, പ്രയാസങ്ങൾ ഉണ്ടാകുന്നതാണ്. അന്ന് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മക്കയിൽ സഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ആ സന്ദർഭത്തിൽ ക്ഷമിക്കാനുള്ള അധ്യാപനമാണ് നൽകപ്പെട്ടത്. അതിൻ്റെ പരിണിതിഫലം എന്തായിരുന്നു? അതിൻ്റെ പരിണിതിഫലം അവസാനം ശത്രുക്കൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്നതാണ്. പറയുന്നു, നിങ്ങൾക്കും അത് കാണാൻ കഴിയും. ഈ കാലത്ത് കാണപ്പെടുന്ന ഉപദ്രവകാരികളായ ആളുകൾ, അവർ നിങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുന്നു. എന്നും ഇതുതന്നെയാണ് അവസ്ഥ. അള്ളാഹു ഈ ജമാഅത്തിന് ലോകത്ത് പരത്തണമെന്ന് ഉദ്ദേശിക്കുന്നു. പറയുന്നു, ഇവർ നിങ്ങൾ കുറച്ചുപേരാണെന്ന് കരുതി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ജമാഅത്ത് വളരുമ്പോൾ ഇവർ സ്വയം നിശബ്ദരായി തീരുന്നതാണ്. ഇതുതന്നെയാണ് ലോകത്തിൻ്റെ നിയമം. ഇതുതന്നെയാണ് നബിമാരുടെ ജമാഅത്തിൻ്റെ കാര്യത്തിൽ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതും. പറയുന്നു, അള്ളാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഇല്ലാതിരിക്കുകയും പ്രയാസങ്ങൾ നൽകുന്നവർ സൃഷ്ടിക്കപ്പെടാതിരിക്കുകയും ചെയ്തേനെ. പക്ഷേ അള്ളാഹു അവർ മുഖേന ക്ഷമയുടെ അധ്യാപനമാണ് നൽകുന്നത്. അള്ളാഹു എല്ലാ ശക്തികളുടെയും ഉടമസ്ഥനാകുന്നു. ഈ അക്രമികളുടെ കൈ തടയാൻ അവന് കഴിയുന്നതാണ്. എന്നാൽ അവൻ നമ്മളെ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് നമുക്ക് എത്രമാത്രം ക്ഷമയുണ്ട്,
അള്ളാഹുമായി എത്രമാത്രം ബന്ധമുണ്ടാക്കുന്നുണ്ട്. റമദാനിലെ ദിവസങ്ങളിൽ മാത്രമായി അള്ളാഹുവിന് ലാക്കാക്കി ഇബാദത്തുകൾ ചെയ്യുന്നവരാണോ? അതല്ല, ഈ ഇബാദത്തുകളെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥായിയായ ഭാഗമാക്കി നാം മാറ്റുന്നുണ്ടോ, മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നെല്ലാം അവൻ നോക്കുന്നു. അങ്ങനെയൊന്നുമല്ലെങ്കിൽ ഇതൊക്കെ വ്യർത്ഥമാണ്. ഇനി നമ്മൾ ഇതാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ക്ഷമയോടുകൂടി അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുആകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹു ശത്രുക്കളിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്നതാണ്. പിന്നെ അള്ളാഹു എങ്ങനെയാണ് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നത് എന്ന് നിങ്ങൾക്ക് കാണാനാകും. സബർ ഒരു ഇബാദത്ത് തന്നെയാണ്. അതായത് ക്ഷമയും ഒരു ആരാധനയാകുന്നു. അള്ളാഹു പറയുന്നു, സബർ ചെയ്യുന്നവർക്ക് പകരമായി കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നതാണ്. അതായത് അവർക്ക് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകപ്പെടും. ഇത് ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് മാത്രമുള്ളതാണ്. മറ്റ് ഇബാദത്തുകൾ ചെയ്യുന്നവരോട് ഇങ്ങനെയുള്ള വാഗ്ദാനമില്ല. ഒരു ജമാഅത്തിൽ തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടുന്ന ഒരാൾക്ക് അയാൾക്ക് പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അവസാനം അയാളെ സഹായിക്കുന്നവർ അയാളോട് തങ്ങളുടെ ആത്മവീര്യം പ്രകടിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുന്നവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അതായത് നമ്മൾ സബർ ചെയ്യുകയും അവൻ്റെ മുന്നിൽ കുനിയുകയും പ്രാർത്ഥിക്കുകയുമാണെങ്കിൽ അള്ളാഹുവിൻ്റെ അഭിമാനം വിജൃംഭിതമാകുന്നതാണ്. ചില ആളുകൾ അക്ഷമ കാണിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് ശരിയാണ്, പ്രത്യേകിച്ചും പാകിസ്ഥാനിൽ. എന്നാൽ അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാം നമുക്ക് നൽകിയ ഉപദേശം സബർ ചെയ്യൂ എന്നതാണ്. റമദാനിൽ മാത്രം ദുആ ചെയ്തുകൊണ്ട് കാര്യമില്ല, മറിച്ച് നമ്മൾ ഈ ദുആകളെയും സൽക്കർമ്മങ്ങളെയും ജീവിതത്തിൻ്റെ സ്ഥായിയായ ഭാഗമാക്കി മാറ്റണം. അപ്പോഴാണ് നമുക്ക് പ്രയോജനങ്ങൾ ലഭിക്കുക. ആ മഹാത്മാവ് വളരെ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്നു, നമ്മുടെ ജമാഅത്ത് അള്ളാഹുവിൻ്റെ സഹായത്തിലാണുള്ളത്. ദുഃഖം സഹിക്കുമ്പോൾ വിശ്വാസം സുദൃഢമാകുന്നതാണ്. സബർ പോലെയുള്ള മറ്റൊരു സംഗതിയുമില്ല തന്നെ. ചുരുക്കത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർമ്മിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ശത്രുക്കൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും തന്നെ തടയാൻ കഴിയുന്നതല്ല. നമ്മുടെ പദ്ധതികളെ തടയാനും അവർക്ക് കെൽപ്പില്ല. എന്നാൽ ഒരു നിബന്ധനയുണ്ട്, നമ്മുടെ കർമ്മങ്ങളെല്ലാം സൽക്കർമ്മങ്ങളായിരിക്കണം. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയുള്ളതായിരിക്കണം. മറ്റൊരു സ്ഥലത്ത് ആ മഹാത്മാവ് പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ലോകത്തിലേക്ക് ശ്രദ്ധിക്കുന്നു, മറിച്ച് അള്ളാഹുലേക്ക് ശ്രദ്ധ തിരിക്കുക. നിങ്ങൾ അള്ളാഹുലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി എളുപ്പമുണ്ടാക്കുന്നത് നിങ്ങൾ കാണുന്നതാണ്. ആ മഹാത്മാവ് തഖ്വയെക്കുറിച്ച് ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ആരംഭകാലത്ത് സത്യസന്ധരായ മുസ്ലിങ്ങൾക്ക് സബർ ചെയ്യേണ്ടി വന്നിരുന്നു. സഹാബാക്കൾക്കും ഇലകൾ ഭക്ഷിച്ച് ജീവിതം കഴിച്ചു കൂട്ടേണ്ടി വന്നിരുന്നു. ചില സമയത്ത് അപ്പക്കഷ്ണങ്ങൾ പോലും ലഭ്യമായിരുന്നില്ല. അള്ളാഹു നന്മകൾ ചെയ്യാൻ ഉദ്ദേശിക്കാത്തിടത്തോളം ആർക്കും ആരെയും സഹായിക്കാൻ സാധ്യമല്ല. അള്ളാഹു നന്മ വരുത്താൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് ആളുകളിൽ നിന്ന് നന്മകൾ ഉണ്ടാകുന്നത്. ഒരാൾ തഖ്വ സ്വായത്തമാക്കുകയാണെങ്കിൽ അള്ളാഹുവിന് പിന്നെ അയാൾക്ക് വേണ്ടി കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നു. ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുമെന്നത് നിങ്ങളുടെ ധാരണ മാത്രമാണ്. അള്ളാഹു നിങ്ങൾക്ക് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ലക്ഷക്കണക്കിന് പരിശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ പോലും ജനങ്ങൾക്ക് നിങ്ങളോട് നന്മയിൽ വർത്തിക്കാൻ കഴിയുന്നതല്ല. നന്മയിൽ ചരിക്കുന്നതിന് അള്ളാഹുവിലേക്ക് കുനിയേണ്ടതും അനിവാര്യമാണ്. അവൻ്റെ തൃപ്തി കരസ്ഥമാക്കുകയും നീങ്ങുകയുമാണെങ്കിൽ പിന്നെ അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറന്നു തരുന്നതാണ്. അതുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹുവിൽ സത്യസന്ധമായി വിശ്വാസം വെച്ചു പുലർത്തുക. അത് മുഖേന എല്ലാം നേടാൻ കഴിയുന്നതാണ്. കാരണം അള്ളാഹു പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അള്ളാഹു അവർക്ക് വേണ്ടി ഏതെങ്കിലും വഴി ഉണ്ടാക്കുന്നതാണ്. മനുഷ്യൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത വഴികളിലൂടെ ഉപജീവനം നൽകുന്നതാണ്. അവൻ പ്രതീക്ഷിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത നിലയിൽ എളുപ്പങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ വിജയപ്രദമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹം സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതായത് ഈ റമദാന്റെയും ഓരോ റമദാന്റെയും അനുഗ്രഹങ്ങൾ സ്വായത്തമാകണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മ വയ്ക്കേണ്ടതാണ്. അതുപോലെ ആ മഹാത്മാവ് ഹുക്കൂക്കിൽ ഇബാദ് അഥവാ
സമസൃഷ്ടികളോടുള്ള അവകാശങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പറയുന്നു, നിങ്ങൾ പരസ്പരം ഇടകലർന്നിരിക്കുക. നിങ്ങൾ എത്രമാത്രം പരസ്പരം സ്നേഹിക്കുന്നുവോ അത്രമാത്രം അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. ഇനി കേവലം ഇബാദത്തുകളിലേക്ക് മാത്രമല്ല, മറിച്ച് റമദാനിൽ ദിവസങ്ങളിൽ ഉന്നതമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന കാര്യത്തിലേക്കും ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഒരുപാട് ആളുകൾക്കിടയിൽ അതുണ്ടാകുന്നു. അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ ഉന്നത സ്വഭാവങ്ങളെ നമ്മൾ സ്ഥായിയായി നിലനിർത്തേണ്ടതുമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ, ചെറിയ ചെറിയ വഴക്കുകളിൽ, ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കേണ്ടതാണ്. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ജീവിതം നയിക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ വർഷപാതം നമുക്ക് മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ്. മറ്റൊരു സ്ഥലത്ത് ആ മഹാത്മാവ് പറയുന്നു, നമ്മുടെ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ളൊരു സംഗതി എന്തെന്നാൽ, ഈ കലുഷിതമായ കാലഘട്ടത്തിൽ, അതായത് എല്ലാ ഭാഗത്തും വഴികേടും അലംഭാവവും ദുർമാർഗവും പരന്നുകൊണ്ടിരിക്കുമ്പോൾ തഖ്വ സ്വായത്തമാക്കുക എന്നതാണ്. നോക്കുക, ഇന്ന് വഴികേടിലേക്ക് നയിക്കുന്നതിനുള്ള ഏത് മാർഗമാണ് ഉപയോഗപ്പെടുത്താത്തതായിട്ടുള്ളത്? എല്ലാ തരത്തിലുള്ള മാധ്യമങ്ങളും എല്ലാ വിധത്തിലും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇതിനു വേണ്ടി തുനിയുകയാണ്. ഭൗതികരായ ആളുകൾ എല്ലാ നിലയ്ക്കും വഴികേടിലേക്കും ദുർമാർഗത്തിലേക്കും അലംഭാവത്തിലേക്കും അള്ളാഹുവിൽ നിന്ന് വിദൂരമാക്കുന്നതിനുമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം ഘട്ടത്തിൽ നമ്മുടെ കർത്തവ്യം, അതായത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ദീനിനെ പുനരുജ്ജീവിപ്പിക്കുന്നവരാണെന്ന് വാദിക്കുന്നവരും ഇസ്ലാമിൻ്റെ പുനർജീവനത്തിനു വേണ്ടി വന്ന വാഗ്ദത്ത മഹദി മസീഹിനെ അംഗീകരിച്ചവരുമാണ്. നമ്മുടെ കർത്തവ്യം ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നതാണ്. ഈ തിന്മകളിൽ നിന്ന് നമ്മളിൽ എത്ര പേർ രക്ഷപ്പെടുന്നുണ്ട് എന്ന് നാം ഒന്ന് സ്വയം വിലയിരുത്തി നോക്കണം. യുവാക്കളും പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും സ്വയം വിലയിരുത്തലിന് വിധേയമാകണം. ആ മഹാത്മാവ് തുടരുന്നു, ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ എന്തെന്നാൽ ദൈവിക കൽപ്പനകളിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല, കടമകളെയും ഉപദേശങ്ങളെയും ഗൗനിക്കുന്നില്ല. അള്ളാഹു നൽകിയ ഉപദേശങ്ങളെ അല്പം പോലും പരിഗണിക്കുന്നില്ല. പറയുന്നു, ഭൗതികതയിലും അതിൻ്റെ കർമ്മങ്ങളിലും മുഴുകിയിരിക്കുന്നു. നമ്മൾ സ്വയം വിലയിരുത്തുകയാണെങ്കിൽ നമ്മളും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് മുഴുകിയിരിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. ചില സമയത്ത് നമ്മൾ നമസ്കരിക്കാൻ മറന്നുപോകുന്നു. ചിലർ ജുമായെപ്പോലും പരിഗണിക്കുന്നില്ല. മറ്റു ചിലർ വേറെ നന്മകളെ ഗൗനിക്കുന്നില്ല. സ്വന്തം അവകാശങ്ങൾ നേടുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ അവകാശങ്ങൾ ധ്വംസിക്കാൻ ശ്രമിക്കുന്നു. ആയതിനാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ളവയല്ല. ഒരു ഭാഗത്ത് നമ്മൾ റമദാനിൽ ദുആകൾ ചെയ്യുന്നു, അള്ളാഹു നമുക്ക് നന്മകൾ ചെയ്യാൻ തൗഫീക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എങ്കിൽ പിന്നെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുമാണ്, പരിശ്രമിക്കേണ്ടതായി വരും. വെറും ദുആകൾ കൊണ്ട് കാര്യമില്ല. ആ മഹാത്മാവ് പറയുന്നു, ഭൗതികതയിൽ ആണ്ടുകിടക്കുന്ന ആളുകളാണ്. ഭൗതികമായി നഷ്ടങ്ങൾ വരുമ്പോൾ ഒരുപാട് അസ്വസ്ഥരാവുകയും കരഞ്ഞു വിലപിക്കുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൗതികതയുടെ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിനുള്ള കടമകളെ ഒഴിവാക്കുന്നു. ഭൗതികതയുടെ നഷ്ടങ്ങൾ ഉണ്ടാകരുത്. അള്ളാഹുവിനുള്ള കടമകൾ ചെയ്യാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഭൗതിക കാര്യങ്ങളിൽ വ്യത്യാസം വരരുത് പോലും. അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. ജനങ്ങളുടെ അവകാശങ്ങൾ നൽകുന്നില്ല. കേസും കൂട്ടവുമായി നടക്കുന്നു. തെറ്റായ രീതിയിലുള്ള കേസുകളുണ്ട്. പിന്നെ പരസ്പരം ചെറുതാക്കി കാണിക്കുന്നതിന് വേണ്ടി തെറ്റായ തെളിവുകൾ നൽകുകയും വക്കീൽമാർ പറയുന്നതനുസരിച്ച് തെറ്റായ തെളിവുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. വക്കീൽമാരും വ്യാജ തെളിവുകൾ നൽകാൻ ശ്രമിക്കുന്നു, കള്ളസാക്ഷ്യങ്ങൾ നൽകുന്നു. അങ്ങനെയിരിക്കെ അള്ളാഹു എങ്ങനെയാണ് നമ്മോടൊപ്പം ഉണ്ടാവുക? അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടാകണമെങ്കിൽ പിന്നെ നന്മയിലേക്ക് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും വേണം. പറയുന്നു, ദുർബലരായിരിക്കുമ്പോൾ തിന്മകൾ ചെയ്യാൻ ധൈര്യം ഉണ്ടാകുന്നില്ല, അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവസരങ്ങൾ കിട്ടുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വ്യാജവും തിന്മയും ചെയ്തു തുടങ്ങുന്നു. അതായത് എളുപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പിന്നെ അള്ളാഹുവാണ് നമുക്ക് ഈ എളുപ്പവും ഈ സുഭിക്ഷതയും നൽകിയതെന്ന്
അതിനു മുമ്പുള്ള നമ്മുടെ അവസ്ഥ എന്തായിരുന്നുവെന്നും ഓർക്കുന്നില്ല. അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനം എന്നാൽ ഈ നന്മകളെ തുടർന്നു കൊണ്ടുപോവുക എന്നതാണ്. നമ്മുടെ ദുർബലാവസ്ഥയിൽ നമുക്ക് നന്മകൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെയും അവൻ്റെ ദാസന്മാരുടെയും അവകാശങ്ങൾ ധ്വംസിക്കാൻ പരിശ്രമിക്കരുത്. അവകാശങ്ങൾ ധ്വംസിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സത്യസന്ധമായ തഖ്വയില്ല എന്നതാണ്. ആ മഹാത്മാവ് പറയുന്നു, സത്യസന്ധമായ തഖ്വ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതല്ല. ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിലുണ്ട്, അനുഗ്രഹങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ വിശ്വാസവും കർമ്മപരമായ അവസ്ഥകളും ഒരിക്കലും ഉണ്ടാകുന്നില്ല. അതായത് ചില ആളുകൾ ഹദീസിലെയും ഖുറാനിലെയും കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് കർമ്മപരമായ അവസ്ഥയും വിശ്വാസവും ഉണ്ടാകുന്നില്ല. ആ മഹാത്മാവ് പറയുന്നു, ഈ കാര്യങ്ങളെല്ലാം വീണ്ടും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത്. ഈ രംഗം ഒഴിഞ്ഞു കിടക്കുന്നതായി കണ്ടപ്പോൾ അവൻ്റെ ദൈവികത, അത് ഒഴിഞ്ഞു തന്നെ ഇരിക്കുന്നതും ജനങ്ങൾ അകന്നു കഴിയുന്നതും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അതിന് വിപരീതമായി അള്ളാഹു ഒരു പുതിയ ജീവൽ സമുദായത്തുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തഖ്വയുടെ ജീവിതം സ്വായത്തമാക്കുന്നതിന് നാം ക്ഷണിക്കുന്നു. നമ്മൾ പുതിയൊരു സമുദായമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ബയ്യത്തിൽ വന്നതുകൊണ്ട് നമ്മൾ തഖ്വയുടെ ജീവിതം സ്വായത്തമാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും വേണ്ടതാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, തഖ്വ എന്നത് വെറും അധരവ്യായാമം കൊണ്ട് ലഭ്യമാകുന്ന ഒന്നല്ല, മറിച്ച് ശൈത്താൻ വഴിതെറ്റിക്കുന്നു. തഖ്വ പ്രാവർത്തികമാക്കുന്നവരെയാണ് വഴിതെറ്റിക്കാറുള്ളത്. തഖ്വ സ്വായത്തമാക്കുന്നവരെയും ശൈത്താൻ വഴിതെറ്റിക്കാറുണ്ട്. അതിനുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അല്പം മധുരം വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ഉറുമ്പുകൾ അതിനടുത്തേക്ക് വരുന്നു. എവിടെയെങ്കിലും മധുരം വയ്ക്കുമ്പോൾ, പഞ്ചസാര വയ്ക്കുമ്പോൾ, മിഠായി വയ്ക്കുമ്പോൾ അവിടേക്ക് ഉറുമ്പുകൾ എത്തുന്നു. ഇതുതന്നെയാണ് സാത്താനിക തിന്മകളുടെയും അവസ്ഥ. ഇത് മുഖേന ഒരു മനുഷ്യനെ തൻ്റെ ഉള്ളിൽ എത്രമാത്രം ദൗർബല്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. താൻ വലിയ നന്മയുള്ളവനാണെന്നും തഖ്വയനുസരിച്ച് നടക്കുന്നവനാണെന്നും അയാൾ കരുതുന്നു. എന്നാൽ ശൈത്താൻ ആക്രമിക്കുമ്പോഴാണ് ശൈത്താൻ്റെ ആക്രമണത്തിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെട്ടിട്ടില്ലെന്നും ദൈവികമായ സംരക്ഷണത്തിൽ എത്തിയിട്ടില്ലെന്നും ബോധ്യമാവുക. പറയുന്നു, മനുഷ്യനുള്ളിൽ ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങൾ ഉണ്ടാകരുതെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു. അല്പം എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ താൻ തഖ്വയുള്ളവനാണെന്ന് അവൻ കരുതുന്നു. ഞാൻ പറഞ്ഞു വന്നതുപോലെ ഇതല്ല യഥാർത്ഥ തഖ്വ. ഈ തഖ്വയ്ക്കുമേൽ ശൈത്താൻ ആക്രമണം നടത്തുന്നതാണ്. ആ മഹാത്മാവ് ഉദാഹരണമായി പറഞ്ഞതുപോലെ, മധുരമുള്ള വസ്തുക്കളിലേക്ക് ഉറുമ്പുകൾ വരുന്നത് പോലെ ശൈത്താൻ വഴിതെറ്റിക്കുന്നതിന് ആക്രമണം നടത്തുന്നു. അങ്ങനെ നീ വലിയ നന്മ ചെയ്യുന്ന ആളാണെന്ന് അയാളുടെ മനസ്സിൽ ചിന്തയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇത്തരമൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ പിന്നെ അയാൾ നന്മയിൽ നിന്ന് അകന്നു പോകുന്നു, അഹങ്കാരമുണ്ടാകുന്നു. ആ മഹാത്മാവ് തുടരുന്നു, വളരെ സൂക്ഷിച്ച് ചുവടുകൾ വെക്കേണ്ടതാണ്. അള്ളാഹുവിനെ എല്ലാ ശക്തികളുടെയും സ്രോതസ്സാണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇത് സാധ്യമാവുക. ഏതെങ്കിലും നബിക്കോ റസൂലിനോ സ്വന്തം നിലയ്ക്ക് കഴിവുകൾ നൽകാൻ സാധ്യമല്ല. നബിയിൽ നിന്നും റസൂൽമാരിൽ നിന്നും അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത്. അവരുടെ അധ്യാപനങ്ങളനുസരിച്ച് ജീവിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നു. പക്ഷേ എല്ലാ കഴിവുകളും അള്ളാഹുവിൻ്റെ പക്കലാകുന്നു. നബിയും റസൂലുമൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുക എന്നാണ് പറയുന്നത്. അതായത് ഈ ശക്തി അള്ളാഹുവിൽ നിന്ന് ലഭ്യമാകുമ്പോൾ അയാൾക്കുള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അത് സ്വായത്തമാകുന്നതിന് ദുആകൾ അനിവാര്യമാണ്. നമസ്കാരം എന്ന നന്മ തന്നെയാണ് സാത്താനിക ദൗർബല്യങ്ങളിൽ നിന്ന് അകറ്റുന്നത്. ഈ കാര്യങ്ങളിൽ മനുഷ്യൻ ദൗർബല്യമുള്ളവനായി കഴിയണമെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു. കാരണം എത്രമാത്രം നന്മ ചെയ്യാൻ കഴിയുകയാണെങ്കിലും ഈ കർമ്മങ്ങൾ മുഖേനാണ് ചെയ്യുക എന്ന് അവനറിയാം. ആയതിനാൽ അവനിൽ നിന്ന് വിമുക്തമാകേണ്ടത് നിബന്ധനയായി വെച്ചിരിക്കുന്നു. മനുഷ്യനുള്ളിൽ അഴുക്കുകൾ ഉണ്ടാകുമ്പോൾ സാത്താൻ അവനോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ പരിശുദ്ധരാകുന്നതിന് നമസ്കാരമാണ് നിബന്ധന. ഈ റമദാനിൽ നിന്ന് പ്രയോജനമെടുത്തുകൊണ്ട് നമ്മൾ നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നതിനും അതിലേക്ക് ശ്രദ്ധിക്കുന്നതിനും നഫലുകൾ അനുഷ്ഠിക്കുന്നതിനും ശ്രമിക്കുകയുണ്ടായി. ആ മഹാത്മാവ് തുടരുന്നു, ശൈത്താനിൽ നിന്ന് സ്ഥായിയായ മോചനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, തഖ്വയിലൂടെ നീങ്ങണമെന്ന് ഇച്ഛിക്കുന്നുവെങ്കിൽ അതിനുള്ള നിബന്ധന ഇബാദത്തുകളിലേക്ക് ശ്രദ്ധിക്കുക എന്നതാണ്. അള്ളാഹു പറഞ്ഞ കൽപ്പനയനുസരിച്ച് ഇബാദത്തുകൾ നല്ല രീതിയിൽ അനുഷ്ഠിക്കുക,
അതിൽ ഒരു തരത്തിലുള്ള പ്രകടന പരതയും ഉണ്ടാകരുത്. അത്തരത്തിലുള്ള ഇബാദത്തുകളായി മാറുകയാണെങ്കിൽ പിന്നെ മനുഷ്യന് ശാശ്വതമായി സാത്താനിക ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ദൈവികമായ അഭയത്തിൽ വരാനും കഴിയുന്നതാണ്. തുടർന്ന് തഖ്വയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, മുത്തക്കിയാകുന്നതിന് അനിവാര്യമായ ഒരു സംഗതി വളരെ പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങളിൽ, അതായത് വ്യഭിചാരം, കളവ്, അവകാശദംസനം, പ്രകടനപരത, മിഥ്യാഭിമാനം, നിന്ദാദൃഷ്ടി, പിശുക്ക് തുടങ്ങിയ മോശം സ്വഭാവങ്ങളെ ഒഴിവാക്കുന്നതിന് ഉറച്ചു നിൽക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോടൊപ്പം തന്നെ അവയ്ക്ക് പകരമായി ഉന്നത സ്വഭാവങ്ങളിൽ പുരോഗതി പ്രാപിക്കുകയും വേണം. അതായത് വലിയ വലിയ പ്രത്യക്ഷത്തിലുള്ള തിന്മകളിൽ നിന്ന് ദുസ്വഭാവങ്ങളിൽ നിന്ന്, മോശം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. എന്നാൽ അതുമാത്രം പോരാ, അതിന് പകരമായി നന്മകൾ ആർജിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ തഖ്വ. അതായത് തിന്മകൾ ഒഴിവാക്കി നന്മകളിൽ ചുവടുവെക്കുക, അതാണ് യഥാർത്ഥ കാര്യം. ദുസ്വഭാവങ്ങൾ ഒഴിവാക്കി സൽസ്വഭാവങ്ങൾ സ്വായത്തമാക്കുന്നതിലാണ് കാര്യം. കേവലം തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലല്ല തഖ്വ, മറിച്ച് തിന്മയിൽ നിന്ന് അകലുകയും നന്മകൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നതാണ് തഖ്വ. ഇനി ഇത് കൂടാതെ മറ്റെന്ത് കാര്യങ്ങളാണ് നന്മയിൽ ബാക്കിയുള്ളത്? ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുക, സൽസ്വഭാവം പ്രകടിപ്പിക്കുക, സഹാനുഭൂതി ഉണ്ടാകുക, അള്ളാഹുമായി സ്വച്ഛമായ കൂറും സത്യസന്ധതയും പുലർത്തുക, സേവനങ്ങളുടെ മക്കാമെ മഹമൂദ് അന്വേഷിക്കുക, അതായത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അന്വേഷണത്തിന് ശ്രമിക്കുക, അള്ളാഹുവിൻ്റെ പക്കൽ ശ്ലാഘനീയമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൂടെയാണ് ഒരു മനുഷ്യൻ മുത്തക്കി എന്ന് പറയപ്പെടുന്നത്. ആ മഹാത്മാവ് തുടരുന്നു, ഇതെല്ലാം ഒരാൾക്കുള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ അവരാണ് മുത്തക്കിങ്ങൾ. തുടരുന്നു, ഇങ്ങനെ നിങ്ങൾ ആയി മാറിയാൽ അള്ളാഹു അത്തരക്കാരുടെ സംരക്ഷകനായി മാറുന്നതാണ്. അള്ളാഹു പറയുന്നു, ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് യാതൊരു തരത്തിലുള്ള ഭയമോ സങ്കടമോ ഉണ്ടാകുന്നതല്ല. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വഹുവ യതവല്ല സ്വാലിഹീൻ, അവൻ നന്മ ചെയ്യുന്നവരെ സംരക്ഷിക്കുന്നു. ഹദീസിൽ പറയുന്നു, അള്ളാഹു അത്തരം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പിടിക്കുന്ന കൈയായി മാറുന്നു, അവൻ കാണുന്ന കണ്ണായി മാറുന്നു, അവൻ കേൾക്കുന്ന കാതായി മാറുന്നു, അവൻ നടക്കുന്ന കാലായി മാറുന്നു. ഒരു ഹദീസിൽ ഇത്രയും കൂടി വരുന്നു, ആരെങ്കിലും എൻ്റെ വലിയനോട്, അതായത് സുഹൃത്തിനോട് ശത്രുത വെച്ച് പുലർത്തുകയാണെങ്കിൽ ഞാൻ അവനോട് പറയുന്നു, എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കൊള്ളുക. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ആരെങ്കിലും അള്ളാഹുവിൻ്റെ വലിയെ അഥവാ സുഹൃത്തിനെ ആക്രമിക്കുകയാണെങ്കിൽ അള്ളാഹു അയാളെ ഒരു സിംഹിണി തൻ്റെ മക്കളെ റാഞ്ചിയെടുക്കുന്നവർക്ക് മേൽ ആക്രമണം നടത്തുന്നത് പോലെ ആക്രമിക്കുന്നതാണ്. ആ മഹാത്മാവ് തുടരുന്നു, ദൈവികമായ അനുഗ്രഹം ഇങ്ങനെ തന്നെയാണ് ലഭ്യമാവുക. മനുഷ്യന്റെ ചുവടുകൾ അള്ളാഹുവിലേക്ക് നീങ്ങുമ്പോൾ അള്ളാഹുവും അവനിലേക്ക് ചുവടുകൾ വയ്ക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവരോടും ഒപ്പം ഉണ്ടാകുന്നില്ല, എന്നാൽ അത് ഉണ്ടാകുന്നവർക്ക് വേണ്ടി അടയാളങ്ങൾ അത് പ്രഘോഷിക്കുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഏറ്റവും കൂടുതൽ അടയാളങ്ങൾ ദൃശ്യമായി. അതായത് ശത്രുക്കൾ ആ മഹാത്മാവിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെല്ലാം പരിശ്രമങ്ങൾ ചെയ്തില്ല, പക്ഷേ ഒന്നും തന്നെ വിജയിച്ചില്ല. എത്രമാത്രമെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വധിക്കുന്നതിന് പോലും ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവസാനം പരാജയപ്പെടുകയാണ് ചെയ്തത്. പറയുന്നു, തങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ ദൈവിക സ്നേഹവും മഹത്വവും ഉണ്ടാക്കുക. അത് ഉണ്ടാക്കാൻ നമസ്കാരത്തെക്കാളും വലിയ ഒരു കാര്യവുമില്ല. യാഥാർത്ഥ്യം എന്തെന്നാൽ അള്ളാഹുവിൻ്റെ സവിധത്തിൽ തങ്ങളുടെ നന്മകളാണ് സമർപ്പിക്കാനുള്ളത്. ആരാധനകൾ യഥാവിധി അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഏറ്റവും ഉന്നതമായ കാര്യം നമസ്കാരമാകുന്നു. റമദാനിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ, നന്മകളുടെ സാഹചര്യങ്ങളിലൂടെ നമുക്ക് നീങ്ങുന്നതിന് അവസരം കിട്ടുമ്പോൾ അതിനെ സ്ഥായിയായി നിലനിർത്തുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സ്വായത്തമാക്കുന്നതിന് വേണ്ടി അതിന് ജീവിതത്തിൻ്റെ സ്ഥായിയായ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കേണ്ടതും അനിവാര്യമാണ്. അതുകൂടാതെ മറ്റൊരു വഴിയുമില്ല. ആ മഹാത്മാവ് തുടരുന്നു, നോമ്പ് ഒരു വർഷത്തിന് ശേഷമാണ് വരുന്നത്. സക്കാത്ത് സമ്പത്തുള്ളവരാണ് കൊടുക്കേണ്ടത്. സമ്പത്തുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. എല്ലാവരും അത് കൊടുക്കേണ്ടതില്ല. ഇതൊക്കെ നന്മകൾ തന്നെയാണെങ്കിലും പക്ഷേ നമസ്കാരം എല്ലാ തരത്തിലുള്ള ആളുകൾക്കും 5 നേരം നിർബന്ധമാണ്. ധനാഢ്യനാണെങ്കിലും ദരിദ്രനാണെങ്കിലും
വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും നമസ്കരിക്കേണ്ടതാണ്. അതൊരിക്കലും തന്നെ ഒഴിവാക്കരുത്. അത് കൂടെ കൂടെ അനുഷ്ഠിക്കുക. അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അത് അപ്പോൾ തന്നെ സ്വീകരിക്കാൻ കഴിവുള്ളവൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ബോധ്യത്തോടുകൂടി നമസ്കാരങ്ങൾ കൂടെ കൂടെ അനുഷ്ഠിക്കുക. താൻ അള്ളാഹുവിന് മുന്നിലാണ് നിൽക്കുന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അത് അനുഷ്ഠിക്കേണ്ടതാണ്. അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൻ്റെ ദുആ സ്വീകരിക്കാൻ കേൾപ്പുള്ളവനാണെന്ന് ബോധ്യമുണ്ടാകണം. പറയുന്നു, ലോകത്തുള്ള മറ്റു ഭരണാധിപന്മാർ ഖജനാവുകളെ ആശ്രയിക്കുന്നവരാണ്. ഖജനാവ് കാലിയാകരുതെന്ന് അവർ ചിന്തിക്കുന്നു. അത് കാലിയായി പോകുമോ എന്നവർ ആശങ്കപ്പെടുന്നു. അവരുടെ പക്കൽ ഖജനാവുകൾ വന്നു നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ തങ്ങൾ അത് കൈയഴിച്ച് ചെലവഴിക്കുകയാണെങ്കിൽ ഖജനാവ് കാലിയായി പോകുമോ എന്നും അവർ ആശങ്കപ്പെടുന്നു. ഇന്ന് പാശ്ചാത്യ ലോകം തങ്ങളെ വലിയ ധനാഢ്യന്മാരാണെന്ന് കരുതുന്നു. തങ്ങളുടെ പക്കൽ വലിയ വലിയ സമ്പത്തുണ്ടെന്നും കരുതുന്നു. അതൊരിക്കലും അവസാനിക്കുകയില്ലെന്നും ധരിക്കുന്നു. എന്നാൽ വളരെ മോശമായ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. എല്ലാവരുടെയും ജീവിത നിലവാരം തകർന്നുകൊണ്ടിരിക്കുന്നു. വിലവർധനവുണ്ടാകുന്നു. പൈസയുടെ മൂല്യം കുറയുന്നു. പൗണ്ടിന്റെ മൂല്യവും ഡോളറിന്റെ മൂല്യവും തകരുന്നു. ഒരു വലിയ കലാപമാണ് ഉണ്ടാകുന്നത്. അവർക്കതേക്കുറിച്ച് ആശങ്കയുമുണ്ട്. അതുകൊണ്ടാണ് അവർ എല്ലാ നിബന്ധനകളും വയ്ക്കുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ ഖജനാവ് എല്ലാ സമയത്തും നിറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ അവന് മുന്നിൽ നിൽക്കുമ്പോൾ അവന് ദൃഢബോധ്യം മാത്രമുണ്ടായാൽ മതി. എല്ലാ കഴിവുമുള്ളവനാണെന്നും അവന്റെ ഖജനാവ് എപ്പോഴും നിറഞ്ഞിരിക്കുന്നു എന്നും നിറഞ്ഞിരിക്കുക തന്നെ ചെയ്യുമെന്നും അവന് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ പിന്നെ അവനോട് ചോദിക്കേണ്ടതുമാണ്. ദുആയിലൂടെ ആവശ്യപ്പെടുന്നത് അള്ളാഹു തത്സമയം തന്നെ നൽകാനും കഴിവുള്ളവനാണ്. താനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ഗ്രാഹ്യമുള്ളവനും കഴിവുള്ളവനുമായ ഒരു അസ്തിത്വത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന് ഉറച്ച ബോധ്യമുണ്ടാകണം. അവന്റെ സീൽ അതിനുമേൽ പതിഞ്ഞാൽ അത് അവന്റെ ഔദാര്യമായിരിക്കും. അവനോട് ദുആ ചെയ്യുക, നിരാശയും ദുർഭാവനയും ഉണ്ടാകരുത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവൻ വേഗം സമാധാനം കണ്ടെത്തുന്നതാണ്. അള്ളാഹുവിന്റെ വേറെയും അനുഗ്രഹങ്ങൾ അവനോടൊപ്പം ഉണ്ടാകുന്നതുമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കുന്നതാണ്. അവന് അള്ളാഹുവും ലഭ്യമാകുന്നതാണ്. ഈ മാർഗത്തിലാണ് അവൻ ഉറച്ചു നിൽക്കേണ്ടത്. അക്രമിയും ധിക്കാരിയുമായവന്റെ ദുആ സ്വീകരിക്കപ്പെടുന്നതല്ല. കാരണം അവൻ അള്ളാഹുവിന് വിലമതിക്കാത്തവനാകുന്നു. മകൻ പിതാവിനെ വിലമതിക്കുന്നില്ലെങ്കിൽ അവൻ ശരിയായ പിന്മുറക്കാരൻ ആണെന്ന് വരുത്തുന്നില്ലെങ്കിൽ പിതാവ് അവനെ ശ്രദ്ധിക്കുന്നതല്ല എന്നിരിക്കെ അള്ളാഹു എന്തിനു ഗൗനിക്കണം? ആ മഹാത്മാവ് തുടരുന്നു, നമ്മുടെ ജമാഅത്ത് അള്ളാഹുവുമായി സത്യസന്ധമായ ബന്ധം ഉണ്ടാക്കേണ്ടതാണ്. തങ്ങളുടെ വിശ്വാസപരമായ കഴിവുകളെ ദൃഢബോധ്യത്തിന്റെ തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഈ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. തുടർന്ന് പറയുന്നു, അതല്ലെങ്കിൽ എൻ്റെ ബയ്യത്ത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആയതിനാൽ നമ്മൾ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ നന്മകളെ വർദ്ധിപ്പിക്കേണ്ടതാണ്. അള്ളാഹുവുമായി പ്രത്യേക ബന്ധമുണ്ടാക്കേണ്ടതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇതുതന്നെയാണ് ജമാഅത്തിന്റെ പുരോഗതിയിൽ നമ്മുടെ പ്രയോജനം നൽകുന്ന കാര്യം. ഇതുതന്നെയാണ് നമ്മെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷിക്കുക. ഇത് മുഖേന ഇൻഷാ അല്ലാഹ് ജമാഅത്ത് പുരോഗതി പ്രാപിക്കുന്നതുമാണ്. അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്ഥാനത്തേക്ക് എത്തുന്നതുമാണ്. അദ്ദേഹം തുടരുന്നു, വാഗ്ദത്ത മഹദി മസീഹിന്റെ ഒരു കർത്തവ്യം അള്ളാഹുവിന്റെ അടയാളങ്ങൾ കാണിക്കുക എന്നതാണ്. അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അത് കാണിച്ചു തന്നിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പോഴും അടയാളം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവൻ താൻ തന്നെ പുരോഗതിയുടെ അടയാളങ്ങൾ കാണിച്ചു തരുന്നു, ഇപ്പോഴും കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, നമ്മുടെ അള്ളാഹു നമ്മുടെ ദുആകൾ സ്വീകരിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. വാഗ്ദത്ത മസീഹിന്റെ കർമ്മങ്ങളിൽ ആദ്യത്തേത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കാണിച്ചതുപോലെ അതിൻ്റെ തുടർച്ചയെന്നോളം അടയാളങ്ങൾ കാണിക്കുക എന്നതാണ്. അതായത് അള്ളാഹു നമ്മുടെ ദുആകൾ കേൾക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്യുന്നതാണെന്നും അവൻ്റെ സഹായം നമ്മോടൊപ്പമാണെന്നും അടയാളങ്ങൾ മുഖേന തെളിയിക്കുന്നതാണ്. തുടർന്ന് പറയുന്നു, എൻ്റെ ആഗമനത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം അള്ളാഹുവുമായി ദാസന്മാരുടെ ബന്ധമുണ്ടാക്കുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ കർമ്മമാണ്. അത് അവൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന വാഗ്ദാനം ചെയ്തതാണ്. അത് അവൻ നൽകുന്നു. രണ്ടാമത്തെ കാര്യം അവൻ നമുക്ക് മേലാണ് ചുമത്തിയിട്ടുള്ളത്. അത് അവൻ്റെ നന്ദിയുള്ള ദാസന്മാരായി തീരുകയും അവൻ്റെ ഇബാദത്തുകളെ യഥാവിധി നിർവഹിക്കുന്നവരായി മാറുകയും
തങ്ങളുടെ വിശ്വാസത്തിൽ പുരോഗതി പ്രാപിക്കുകയും ചെയ്യുന്നവരാവുക എന്നതാണ്. ഇതുണ്ടാവുകയാണെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നാം കരസ്ഥമാക്കുന്നവരായി മാറുന്നതാണ്. ബയ്യത്തിന്റെ ലക്ഷ്യം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ബയ്യത്തിൽ വന്നതിന്റെ ലക്ഷ്യം നാം പൂർത്തിയാക്കുന്നവരായി മാറുന്നതാണ്. അദ്ദേഹം പറയുന്നു, നമ്മുടെ ജമാഅത്ത് വിശ്വാസത്തിൽ വർധനമുണ്ടാക്കണം. അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസവും ദിവ്യജ്ഞാനവും ഉണ്ടാകണം. സൽക്കർമ്മങ്ങളിൽ അലസതയും അലംഭാവവും ഉണ്ടാകരുത്. കാരണം അലംഭാവം ഉണ്ടാകുമ്പോൾ പിന്നെ വധു എടുക്കുന്നത് പോലും മുസീബത്തായി തീരും. എന്നിട്ടല്ലേ തഹജ്ജുദ് നമസ്കാരം? സൽക്കർമ്മങ്ങൾക്കുള്ള ശക്തി ഉണ്ടാകുന്നില്ലെങ്കിൽ, സൽക്കർമ്മങ്ങളിൽ പരസ്പരം മത്സരിച്ചു മുന്നേറുന്നതിനുള്ള ആവേശമുണ്ടാകുന്നില്ലെങ്കിൽ നാമുമായുള്ള ബന്ധം വ്യർത്ഥമാണ്. മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ, തങ്ങൾക്കുള്ളിൽ നന്മകൾ ചെയ്യുന്നതിനുള്ള ആവേശമുണ്ടാക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളിൽ ആവേശം, ഉന്നതമായ സൽസ്വഭാവങ്ങൾ കാണിക്കുന്നതിൽ ഒരാവേശവും ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ ബയ്യത്തിൽ വന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പറയുന്നു, നമ്മുടെ അധ്യാപനങ്ങളെ കർമ്മരൂപരേഖയാക്കുന്നവരും തങ്ങളുടെ കഴിവും പരിശ്രമവും മുഖേന അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും മാത്രമാണ് നമ്മുടെ ജമാഅത്തിൽ ഉൾപ്പെട്ടവരായി പരിഗണിക്കപ്പെടുക. എന്നാൽ വെറും പേര് മാത്രം വെച്ച് അതിനുശേഷം അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവർ ഓർത്തുകൊള്ളട്ടെ, അള്ളാഹു ഈ ജമാഅത്തിനെ ഒരു പ്രത്യേക ജമാഅത്താക്കാനാണ് ആഗ്രഹിക്കുന്നത്. വെറും പേരെഴുതിയത് കൊണ്ട് മാത്രം ആരും ഈ ജമാഅത്തിൽ ഉൾപ്പെട്ടവരാകുന്നതല്ല. അവർക്ക് ഏതെങ്കിലും ഒരു സമയം വന്നെത്തുകയും അവർ ദൗർഭാഗ്യവശാൽ അകറ്റപ്പെടുകയും അകറ്റപ്പെടുന്നതാണ്. അതുകൊണ്ട് നൽകപ്പെടുന്ന അധ്യാപനമനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. അദ്ദേഹം തുടരുന്നു, കർമ്മങ്ങൾ ചിറകുകൾ പോലെയാണ്. കർമ്മങ്ങൾ കൂടാതെ മനുഷ്യന് ആത്മീയമായ പദവിയിലേക്ക് പറന്നുയരാൻ കഴിയുന്നതല്ല. പറവകൾ അന്തരീക്ഷത്തിൽ പറന്നുയരുന്നത് പോലെ കർമ്മങ്ങൾ ആത്മീയ പദവികൾ ഉയർത്താൻ അനിവാര്യമാകുന്നു. കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ മനുഷ്യന് മുകളിലേക്ക് ഉയരാനും അള്ളാഹുവിന് സാമീപ്യം കരസ്ഥമാക്കാനും കഴിയുന്നതാണ്. അതുകൂടാതെ മനുഷ്യന് ആത്മീയമായ പദവികൾ കരസ്ഥമാക്കാനോ അതിന് കീഴിൽ അള്ളാഹു വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ പ്രാപിക്കാനോ സാധ്യമല്ല. പറവുകൾക്ക് ബുദ്ധിയും വിവേകവുമുണ്ട്. പ്രസ്തുത ബുദ്ധിയും വിവേകവും അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അതായത് അള്ളാഹു അവയുടെ പ്രകൃതത്തിൽ വെച്ചിട്ടുള്ള ബുദ്ധിയും വിവേകവും അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ പോലും സാധ്യമാകുമായിരുന്നില്ല. ഉദാഹരണമായി, തേനീച്ചയ്ക്ക് ബുദ്ധിയില്ലായിരുന്നുവെങ്കിൽ അതിന് തേനുണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. അതുപോലെ സന്ദേശം കൊണ്ടുപോകുന്ന പ്രാവുകളുണ്ട്. അവയെ ആദ്യകാലത്ത് നല്ലപോലെ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു. അവയ്ക്ക് അവയുടെ ബുദ്ധി അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായി വരുന്നു. എത്രമാത്രം ദൂരസ്ഥലങ്ങളിലേക്കാണ് അത് കത്തുകളുമായി എത്തുന്നത്. അതുപോലെ പറവകളെ കൊണ്ട് അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ചിരുന്നു. ചുരുക്കത്തിൽ, ഒരു വ്യക്തി തൻ്റെ ബുദ്ധി അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. താൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് അവൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണോ അല്ലയോ എന്ന് ചിന്തിക്കണം. ഇങ്ങനെ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയുമാണെങ്കിൽ പിന്നെ കൈകളെ പ്രവർത്തന നിരതമാക്കണം. അതായത് കൈകളെ പ്രവർത്തന തലത്തിൽ കൊണ്ടുവരണം. ആദ്യം താൻ ചെയ്യാൻ പോകുന്നത് സൽക്കർമ്മങ്ങളാണോ എന്നും അതിൻ്റെ പരിണതി തൽഫലങ്ങൾ ആയിരിക്കുമോ എന്നും നോക്കണം. ഈ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങൾ അതിനു മുമ്പ് അത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് അനുസൃതമാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം. അതിൽ അലംഭാവവും അലസതയും കാണിക്കരുത്. ഇത് ശരിയായ അധ്യാപനത്തിലാണോ ചെയ്യുന്നത് എന്ന് നോക്കണം. പലപ്പോഴും അധ്യാപനം ശരിയായിരിക്കും, പക്ഷേ മനുഷ്യൻ തൻ്റെ അറിവില്ലായ്മ കൊണ്ട്, വിവരദോഷം നിമിത്തം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിന്മകൾ കാരണം, തെറ്റായ വിവരണങ്ങൾ കാരണം വഞ്ചനയിലകപ്പെട്ടു പോകാറുണ്ട്. ചില സമയത്ത് ശൈത്താനും വഞ്ചനയിലകപ്പെടുത്തുന്നു. ഇതേ അധ്യാപനങ്ങൾ കാരണം വഞ്ചനയിലകപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇത് ഒരു അഹ്മദിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കർമ്മങ്ങൾ സുരക്ഷിതമാക്കാൻ, അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ പരിശ്രമിക്കേണ്ടത് അനിവാര്യമാകുന്നു. യാതൊരു മുൻവിധിയും കൂടാതെ ചിന്തിക്കുക. ആദ്യം സ്വയം വിലയിരുത്തുകയും പിന്നെ ചിന്തിക്കുകയും ദുആ ചെയ്യുകയും തുടർന്ന് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വേണം. അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതായിരിക്കണം ലക്ഷ്യം. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കുന്നവരായാൽ മാത്രമേ നമുക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ബയ്യത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നവരായി മാറാൻ കഴിയുകയുള്ളൂ. പിന്നെ മറ്റൊരിടത്ത് മഹാത്മാവ് തങ്ങളുടെ ഇബാദത്തുകളുടെ നിലവാരം ഉയർത്തുന്നതിന് ഉപദേശിച്ചുകൊണ്ട് പറയുന്നു,
ദൈവിക സ്നേഹത്തിൽ നിന്ന് പൂർണ്ണമായും പങ്കുപറ്റുക. യഥാർത്ഥ തൗഹീദ് അത് മുഖേനയാണ് സ്ഥാപിതമാകുന്നത്. അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും അവന്റെ തൗഹീദ് സ്ഥാപിക്കുന്നതിന് ആഗ്രഹിക്കുകയും ആണെങ്കിൽ അത് സാക്ഷാത്കരിക്കേണ്ടതും അനിവാര്യമാണ്. അതിനുവേണ്ടി പിന്നെ അള്ളാഹുവിന്റെ സവിധത്തിൽ വീഴുകയും കരഞ്ഞ് പ്രാർത്ഥിക്കുകയും വേണം. ഇതെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ശരിയായ തൗഹീദിനെ സംരക്ഷിക്കുന്നവരും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും അതിനെ പരത്തുന്നവരുമായി തീരുകയുള്ളൂ. അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് എന്താണ് വിവക്ഷിക്കപ്പെടുന്നത് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ഇതുകൊണ്ടുള്ള വിവക്ഷ എന്തെന്നാൽ തങ്ങളുടെ മാതാപിതാക്കളോടും തങ്ങളുടെ ഭാര്യാമക്കളോടും തങ്ങളുടെ ആത്മാവിനോടും ഉള്ളതിനേക്കാൾ എല്ലാം അതീതമായി അള്ളാഹുവിന്റെ തൃപ്തിയെ മുന്തിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫസ്കുറുല്ലാഹ കദിക്റുക്കും ആബാഉക്കും ഔ അഷദ്ദ സിക്റ. നിങ്ങൾ അള്ളാഹുവിനെ അവന്റെ പൂർവ്വപിതാക്കളെ ഓർക്കുന്നത് പോലെ അല്ല, അതിലും ശക്തമായ രീതിയിൽ സ്നേഹത്തോടുകൂടി സ്മരിക്കുക. അദ്ദേഹം തുടരുന്നു, ഇവിടെ ഒരു കാര്യം ചിന്തനീയമാണ്. അള്ളാഹു ഇവിടെ നിങ്ങൾ അള്ളാഹുവിനെ പിതാവ് എന്ന് വിളിക്കണമെന്നല്ല പറഞ്ഞത്. മറിച്ച് അവൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്ത്യാനികളെ പോലെ വഞ്ചിതരാകരുത്. അള്ളാഹുവിനെ പിതാവ് എന്ന് പറഞ്ഞ് വിളിക്കരുത്. ഇനി ആരെങ്കിലും പിതാവിനേക്കാളും കുറഞ്ഞ സ്നേഹമായി പോയെങ്കിലോ എന്ന് പറയുകയാണെങ്കിൽ പ്രസ്തുത ആക്ഷേപം ദൂരീകരിക്കുന്നതിന് വേണ്ടി ഔ അഷദ്ദ സിക്റ എന്ന് പറഞ്ഞിരിക്കുന്നു. അതില്ലായിരുന്നുവെങ്കിൽ ആക്ഷേപത്തിന് വക ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇവിടെ അവൻ അതിനെ പരിഹരിക്കുന്നു. അള്ളാഹു പറയുന്നു, പിതാക്കളെ ഓർക്കുന്നതിനേക്കാൾ ശക്തമായി അള്ളാഹുവിനെ ഓർക്കുക. തുടർന്ന് ആ മഹാത്മാവ് പറയുന്നു, യഥാർത്ഥ തൗഹീദ് സ്ഥാപിക്കുന്നതിന് അള്ളാഹുവുമായുള്ള സ്നേഹത്തിന്റെ അംശം പറ്റേണ്ടതാണ്. കർമ്മപരമായുള്ള പങ്ക് പൂർണ്ണമല്ലെങ്കിൽ ഈ സ്നേഹം തെളിയിക്കപ്പെടുന്നതല്ല. വെറും വാക്കുകൾ കൊണ്ട് തെളിയിക്കപ്പെടുന്നതല്ല. കൽക്കണ്ടമെന്നോ പഞ്ചസാരയെന്നോ പറയുന്നത് കൊണ്ട് മധുരമുണ്ടാകുന്നില്ല. വെറും പേരുകൾ ഉച്ചരിക്കുന്നത് കൊണ്ട് നാവിൽ മധുരം വരുന്നതല്ല. മിഠായിയുടെ പേര് പറഞ്ഞതുകൊണ്ട് വായിൽ മാധുര്യമുണ്ടാകുന്നില്ല. നാവുകൊണ്ട് എന്തെങ്കിലും സൗഹൃദം പ്രഖ്യാപിച്ചതുകൊണ്ട് കാര്യമില്ല. പ്രയാസങ്ങൾ വരുമ്പോൾ അയാളെ സഹായിക്കുകയും കൈപിടിക്കുകയും ഇല്ലെങ്കിൽ ആ സൗഹൃദം സത്യസന്ധമല്ല. അതുപോലെ അള്ളാഹുവിന്റെ തൗഹീദ് വെറും അധരവ്യായാമം കൊണ്ട് സാധ്യമല്ല. അവനോടുള്ള സ്നേഹം നാവുകൊണ്ട് പ്രഖ്യാപിക്കുന്നത് മാത്രം പ്രയോജനപ്രദമല്ല. മറിച്ച് വാക്കുകൾ കൊണ്ടുള്ള പ്രഖ്യാപനത്തിനുമപ്പുറം കർമ്മപരമായ അത് കൂടുതലായി ഉണ്ടാകേണ്ടതാണ്. ഇതിനർത്ഥം നാവുകൊണ്ടുള്ള പ്രഖ്യാപനം ഒന്നുമല്ല എന്നല്ല പറയുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാവുകൊണ്ടുള്ള പ്രഖ്യാപനത്തോടൊപ്പം കർമ്മപരമായ സാക്ഷ്യവും അനിവാര്യമാണ്. അതിന് ദൈവമാർഗത്തിൽ ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ടതാണ്. അതാണ് ഇസ്ലാം. ഈ ഉദ്ദേശ സാഫല്യത്തിനു വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആയതിനാൽ ഈ അരുവിയുടെ അടുത്തേക്ക് വരാത്തവർ, അള്ളാഹു ഈ ഒരു ഉദ്ദേശത്തോടുകൂടി ഇറക്കിയിട്ടുള്ള ഇതിന് അടുത്തേക്ക് വരാത്തവർ തീർച്ചയായും ദൗർഭാഗ്യവാന്മാരാകുന്നു. അദ്ദേഹം തുടരുന്നു, അള്ളാഹുവിന് തൗഹീദ് സ്ഥാപിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ അങ്ങനെ ആക്കി മാറ്റുക. അതിനുവേണ്ടി വഖഫ് ചെയ്ത് ജമാഅത്തിന്റെ ജോലിക്കാരനമാകണം എന്നല്ല പറഞ്ഞത്. മറിച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ സന്ദേശം പരത്തുന്നതിന് വേണ്ടി കർമ്മപരമായി തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക എന്നതാണ്. അതിനെ അതനുസരിച്ച് മാറ്റുക. ഒരു കാര്യം വ്യക്തമാക്കട്ടെ, നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ ഇംഗിതമനുസരിച്ചായിരിക്കണം. നമ്മുടെ ജീവിതങ്ങളെ അങ്ങനെയാക്കുകയാണെങ്കിൽ നാം വിജയിക്കുന്നതാണ്. പറയുന്നു, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. വെറും ഭൗതിക ലോകം സമ്പാദിക്കാനാണോ വന്നത്? അല്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ബയ്യത്തിൽ വന്ന് നമ്മൾ അള്ളാഹുവിന്റെ തൗഹീദ് ഭൂമിയിൽ സ്ഥാപിക്കാനും പരത്താനും എല്ലാ നിലയ്ക്കും ശ്രമിക്കേണ്ടതാണ്. ഈ ഒരു ചിന്ത ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഓരോ ജമാഅത്ത് അംഗവും തങ്ങളുടെ ഭാഗം നിർവഹിക്കുന്നതാണ്. അള്ളാഹുവിന്റെ തൗഹീദിന്റെ പതാക ലോകത്ത് പറത്തുന്നതിന് വേണ്ടി, ലോകത്ത് അതിനെ പരത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകയ്ക്ക് കീഴിൽ ലോകത്തെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് ഈ റമദാനിൽ നമ്മുടെ ഇബാദത്തുകളിലേക്ക് ശ്രദ്ധിക്കുമെന്നും ഉന്നതമായ ധാർമ്മിക സ്വഭാവങ്ങളിലേക്ക് ശ്രദ്ധിക്കുമെന്നും നന്മകൾ ചെയ്യാൻ ശ്രമിക്കുമെന്നും അള്ളാഹുവിന്റെ തൗഹീദിനെ പരത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുമെന്നും ശപഥം ചെയ്യുക. പിന്നെ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുമാണ്. ഈ പരിശ്രമങ്ങൾ കേവലം റമദാൻ അവസാനിക്കുന്നതോടുകൂടി നിർത്തരുത്. മറിച്ച് വർഷം മുഴുവനും തുറന്നുകൊണ്ടിരിക്കണം. ഇത് വർഷം മുഴുവൻ തുടരുകയാണെങ്കിൽ
പിന്നെ നമ്മൾ ലക്ഷ്യം പ്രാപിക്കുന്നവരായി തീരുന്നതാണ്. അത് നമ്മുടെ ജീവിതങ്ങളുടെ ലക്ഷ്യമാണ്. അത് ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ വചനമനുസരിച്ച്, അവൻ്റെ കൽപ്പന അനുസരിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിൻ്റെ ബയ്യത്തിൽ വന്നതിന് യാതൊരു ലക്ഷ്യവും ഉണ്ടാകുന്നതല്ല. ആ ലക്ഷ്യം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതല്ല. ബയ്യത്തിൽ വന്നതിന് ശേഷം നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളിൽ നിന്ന് പ്രയോജനമെടുക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ കാര്യം ഓർക്കേണ്ടതാണ്. ബയ്യത്തിൽ വന്നതിന് ശേഷം ഒരു പരിശുദ്ധമായ മാറ്റം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഈ റമദാനിൽ ചെയ്തിട്ടുള്ള ദുആകൾ, നന്മകൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള ദുആകളെ ജീവിതത്തിൻ്റെ മുഴുവനും ഭാഗമാക്കാൻ ശ്രമിക്കണം. ആ മഹാത്മാവ് മറ്റു സ്ഥലത്ത് പറയുന്നു, ഭൗതികരായ ആളുകളെപ്പോലെയാണെങ്കിൽ ഒന്നും നേടിയെടുക്കാൻ സാധ്യമല്ല. നിങ്ങൾ എൻ്റെ കയ്യിൽ തൗബ ചെയ്തിരിക്കുന്നു. എൻ്റെ കയ്യിൽ തൗബ ചെയ്യുന്നത് ഒരു മരണം ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് പുതിയ ജീവിതത്തിൽ ഒരു പുതിയ ജന്മം ലഭിക്കുമാറാകാൻ തന്നെ. ബയ്യത്ത് ഹൃദയപൂർവം അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഒരു ഫലവും ഉണ്ടാകുന്നതല്ല. എൻ്റെ ബയ്യത്ത് കൊണ്ട് അല്ലാഹു ഹൃദയപൂർവമുള്ള പ്രഖ്യാപനമാണ് ആവശ്യപ്പെടുന്നത്. ആയതിനാൽ എന്നെ സത്യഹൃദയത്തോടുകൂടി സ്വീകരിക്കുന്നവർ തങ്ങളുടെ തിന്മകളിൽ നിന്ന് സത്യസന്ധമായി തൗബ ചെയ്യുന്നവരാണ്. പൊറുക്കുന്നവനും കരുണാമയനുമായ ദൈവം അവൻ്റെ തിന്മകളെ തീർച്ചയായും പൊറുക്കുന്നതാണ്. അവൻ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ജനിച്ച പൈതലിനെ പോലെ ആയിത്തീരും. അപ്പോൾ മലക്കുകൾ അവനെ സംരക്ഷിക്കുന്നതാണ്. ആ മഹാത്മാവ് ഒരു ഉപമ പറഞ്ഞതാണ്. ഒരു ഗ്രാമത്തിൽ ഒരു നല്ല വ്യക്തി ഉണ്ടെങ്കിൽ അയാളുടെ നന്മയെ പരിഗണിച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടി ആ ഗ്രാമത്തെ മുഴുവനും നാശത്തിൽ നിന്ന് അവൻ സംരക്ഷിക്കുന്നതാണ്. പക്ഷേ നാശം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് എല്ലാവരെയും ഗ്രസിക്കുന്നതാണ്. എന്നാലും അള്ളാഹു തൻ്റെ ദാസന്മാരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സംരക്ഷിക്കുന്നതാണ്. ദൈവികമായ നടപടിക്രമം എന്നത് ഒരു നന്മയുള്ള വ്യക്തി ഉണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റുള്ളവരെയും സംരക്ഷിക്കുന്നു എന്നതാണ്. ചുരുക്കത്തിൽ ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥയിൽ പ്രത്യേകിച്ചും തങ്ങളെയും തങ്ങളുടെ തലമുറകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകയ്ക്ക് കീഴിൽ ലോകത്തെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതോടൊപ്പം നമ്മളിലും ഒരു സവിശേഷമായ മാറ്റം ഉണ്ടാക്കേണ്ടതാണ്. സ്ഥായിയായ ദുആകളെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. അങ്ങനെ നമ്മളും രക്ഷപ്രാപിക്കുന്നവരായി തീരുന്നതാണ്. ലോകത്തെയും സംരക്ഷിക്കുന്നവരായി തീരും. കാരണം ഈ ലോകം വളരെ ശീഘ്രഗതിയിൽ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ പരിഷ്കരണത്തിനുള്ള സംവിധാനം ഒരുക്കുന്നതാണ്. അവരുടെ ഹൃദയങ്ങളെ തിരിക്കുന്നതാണ്. ഈ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ്. നാശം വന്നാൽ പോലും അള്ളാഹു വിശ്വാസികളെ സംരക്ഷിക്കുന്നതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ മുഖേന, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് മേൽ എപ്പോഴും ഉണ്ടാകുന്ന രീതിയിലാക്കേണ്ടതാണ്. നമുക്ക് കാര്യങ്ങളുടെ യാഥാർത്ഥ്യവും തിരിച്ചറിവും കരസ്ഥമാക്കാൻ കഴിയുമാറാകട്ടെ. എങ്ങനെയാണ് ഈ ഇബാദത്തുകൾ സജീവമാക്കേണ്ടതെന്നും, എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കേണ്ടതെന്നും, എങ്ങനെയാണ് നമ്മൾ ഉന്നതമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കേണ്ടതെന്നും, എങ്ങനെയാണ് തൗഹീദിനെ ലോകത്ത് സ്ഥാപിക്കേണ്ടതെന്നും, എങ്ങനെയാണ് ലോകത്തെ രക്ഷിക്കേണ്ടതെന്നും, എങ്ങനെയാണ് തങ്ങളെ ലോകത്തിൻ്റെ നാശങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടതെന്നും നമുക്ക് തിരിച്ചറിവുണ്ടാകുമാറാകട്ടെ. ഇതെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ, ഈ ഒരു ബോധം നമുക്കുള്ളിൽ ഉണ്ടാകുന്നുവെങ്കിൽ പിന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ബയ്യത്തിൻ്റെ കടമ യഥാവിധി നിർവഹിക്കുന്നവരായി നമ്മൾ മാറുന്നതാണ്. നമുക്ക് ബയ്യത്തിൻ്റെ കടമകൾ യഥാവിധി നിർവഹിക്കാൻ കഴിയുമാറാകട്ടെ. ഈ റമദാൻ നമുക്ക് അനുഗ്രഹങ്ങൾക്ക് നിമിത്തമാകട്ടെ. അതിൻ്റെ അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും നമുക്ക് മേൽ വർഷിക്കുമാറാകട്ടെ. നമ്മുടെ റമദാനിൽ വരാനുള്ള ദിവസങ്ങൾ, വർഷം മുഴുവനും അടുത്ത റമദാൻ വരെയും അള്ളാഹുവിൻ്റെ ഇബാദത്തുകൾ നിർവഹിക്കുന്നവരാക്കി തീർക്കുമാറാകട്ടെ. അവൻ്റെ ദാസന്മാരുടെ കടമകൾ നിർവഹിക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ. അള്ളാഹു നമുക്കതിനെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ
ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر